നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെങ്കിലും വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ജൂൺ മാസം 2-ാം തീയതി രാവിലെ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടക രാശിയാവിട്ട് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഇപ്പോൾ വ്യാഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചരാശിയിലേക്ക് ഒരു ഗ്രഹം നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ആ ഗ്രഹം എന്തൊക്കെ ഭാഗ്യം തരാൻ പറ്റുമോ, വ്യാഴം ഗുരു എന്തൊക്കെ തരാൻ പറ്റുമോ അത്രയും അനുഗ്രഹം തരുന്ന സമയമാണ് ഉച്ചത്തിൽ വരുന്ന സമയം. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഉച്ചത്തിൽ ഒരു വർഷം കിട്ടുകയുള്ളൂ. അങ്ങനെ ഉച്ചരാശിയിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. ജൂൺ മാസം 2-ാം തീയതി തൊട്ട് 2027 ജൂൺ മാസം 25-ാം തീയതി വരെ ഇതിനിടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം വ്യാഴം വക്രഗതിയിലേക്ക് മാറുമെങ്കിലും അത് പൂർവഗതി ഫലത്തെ കൊടുക്കും. ഓരോ രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. വ്യാഴത്തിൻ്റെ ഗതി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് വൃശ്ചികൻ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. 8-ലാണ് നിന്നത്. 8 നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം സമയമായിരുന്നു. നമുക്ക് കഴിഞ്ഞ സമയം വ്യാഴത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. 8-ൽ രോഗാദി ദുരിതങ്ങൾ, അപകടങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നഷ്ടമായിട്ട് ഇവിടെ നിന്ന് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഭാഗ്യാധിപനാവും, ഭാഗ്യത്തെ തരുന്നവനായി മാറുകയാണ്. അതും ഉച്ചത്തിലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരും. അപ്പോൾ എല്ലാവരും തിരുപ്പതി ക്ഷേത്രത്തിൽ പോകാതുണ്ട്. വിഷ്ണുവാണ്. ഭഗവാൻ എന്ത് ചെയ്യും? അവിടെ നമ്മൾ എന്തു കൊടുക്കുന്നുവോ അതിൻ്റെ 3 ഇരട്ടി തിരിച്ചു തരും. ഇരട്ടിയല്ല, 3 ഇരട്ടി തിരിച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുന്ന, ഉച്ചത്തിൽ നിൽക്കുന്ന ഈ സമയം നിങ്ങൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. 3 ഇരട്ടി റിസൾട്ട് കിട്ടുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനം കൂട്ടണം. എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങണം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അറച്ച് നിൽക്കരുത്, മാറി നിൽക്കരുത്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം. അപ്പോൾ വൃശ്ചിക രാശിയിലുള്ള ഈ 2.25 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം, ജോലി പുരോഗതി, ഭാഗ്യവർദ്ധനവ്, പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടങ്ങാനിടവരും. പുതിയ പുതിയ ആൾക്കാർ നമുക്ക് സുഹൃത്തുക്കളായിട്ടും കിട്ടും. ഗ്രഹോപകരണങ്ങൾ, അതുപോലെയുള്ള കുടുംബത്തിനകത്ത് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ഇങ്ങനെ സന്തോഷപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന കാലയളവാണ് നിങ്ങളുടെ ഈ ഒരു വർഷക്കാലം. അപ്പോൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഗുണപ്രദമാവാൻ വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ലൈവ് നിങ്ങൾക്ക് യഥാസമയത്ത് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് യഥാസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് സമയത്ത് തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഭാഗ്യവർദ്ധനവിനെ പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.